$2021 കഴിഞ്ഞ നിയമസഭ 2021 CPM രംഗത്തിറക്കുന്ന VV രമേശൻ അല്ലേ? പത്തനംതിട്ട നമ്മൾ കാര്യമായിട്ട് എടുക്കണം. പറഞ്ഞ പത്തനംതിട്ട കാര്യമായിട്ട് എടുക്കണ്ട. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മഞ്ചേശ്വരത്തെ കെ സുരേന്ദ്രൻ മത്സരിക്കും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ത്രികോണ മത്സരം ഇപ്രാവശ്യം നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. മഞ്ചേശ്വര ത്രികോണ മത്സരത്തിന് യാതൊരു സാധ്യതയില്ല. അന്ന് രണ്ട് കാര്യത്താൽ ഇപ്പോൾ ഇടതുപക്ഷം ഏറ്റവും പുറകിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളൊക്കെ സ്വാഭാവികമായിട്ട് UDF-ലേക്ക് വരും. സുരേന്ദ്രൻ പിന്നെ അധികാര പ്രമുഖത എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ താൻ എന്തോ ആയി എന്തോ ആണ് എന്നുള്ളൊരു തോന്നലൊക്കെ BJP-യുടെ പ്രസിഡന്റ് സ്ഥാനിരുന്നു. BJP-ക്ക് കേന്ദ്രഭരണം കിട്ടുന്നു, മഞ്ചേശ്വരത്തിൽ വേണമെങ്കിൽ ജയിക്കാവുന്ന അവസ്ഥ. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ സുരേന്ദ്രനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സുരേന്ദ്രനൊരു ഇൻഫാലിബിലിറ്റി കോംപ്ലക്സ് ഉണ്ട്. എനിക്ക് തെറ്റ് പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് സുരേന്ദ്രന് തന്നെ ഉണ്ടായി. ആ കോംപ്ലക്സിൻ്റെ ഫലമായിട്ട് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മാത്രമല്ല പത്തനംതിട്ട ശബരിമല സമരത്തിൻ്റെ ഒക്കെ എളുപ്പത്തിൽ ശബരിമല വിഷയത്തിൻ്റെ പേരിൽ പത്തനംതിട്ടയിലും ജയിക്കാൻ പറ്റും തോന്നുന്നു. രണ്ട് സ്ഥലത്തും ഹെലികോപ്റ്ററിൽ സ്വന്തമായിട്ട് കറങ്ങി നടന്നായിരുന്നു ഇലക്ഷൻ പ്രചരണം നടത്തിയിരുന്നത്. അത് ഒരു വിഭാഗം BJP-ക്കാർക്ക് ഇഷ്ടംപോലെ BJP-ക്കാർക്ക് അതിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ വിമാനം ഉപയോഗിച്ചത് പോലും പിന്നീട് സംശയത്തിന് നേരിലായി. കള്ളപ്പണം കിടത്താനാണോ ഉപയോഗിച്ച സംശയം വന്നു. കരുവന്നൂർ പോലെ തന്നെ ഇപ്പുറത്തെ കൊടകര കുഴൽപ്പണക്കേസ് എന്നൊരു സാധനം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന പൈസ കുഴൽപ്പണം രൂപത്തിലോ മറ്റു രൂപത്തിലോ വന്ന പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ വേണ്ടി സുരേന്ദ്രൻ അതിന് ഉപയോഗിച്ചെന്നുള്ള ആരോപണം വരെ ഉണ്ടായി. ശരിയാണോന്ന് അറിയത്തില്ല. അന്വേഷണമൊക്കെ മരവിച്ചു പോയി, നിന്നുപോയി. പിണറായി വിജയൻ അത് നിർത്തിക്കൊടുത്തു. അപ്പോൾ വീണ്ടും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ എതിർക്കാനായിട്ട് സുരേന്ദ്രൻ പഴയ പോലെ സജീവമായിട്ട് വരുന്നില്ല. ശബരിമലയിൽ ഇത്രയും കൊള്ളയുണ്ടായിട്ട് പോലും ആ സുരേന്ദ്രൻ്റെ പോരാട്ടവീര്യം കാണുന്നില്ല. BJP-യുടെ പോരാട്ടവീര്യം കാണുന്നില്ല. അതിൻ്റെ അർത്ഥം BJP-ക്കും ആ വിഭാഗത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. BJP-യുടെ ഇനാക്ടിവിറ്റി അല്ലെ പിണറായി വിജയനോടുള്ള നിസ്സംഗ മനോഭാവം ഇയാളെ ഭയങ്കരമായി തകർക്കുന്നുണ്ട്. അത് സുരേന്ദ്രനെ ബാധിക്കും. മഞ്ചേശ്വരം കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻ്റ് ആയപ്പോഴത്തേക്കും 17,000 വോട്ടിൻ്റെ ലീഡാണ് ഇവിടെ UDF-ൻ്റെ രാജ്ഭവൻ തന്നിരുന്നത്. 17,000 വോട്ടിൻ്റെ ലീഡ്. 745 ലീഡ് എന്നുള്ളത് മുസ്ലിം ലീഗിന് കിട്ടിയ ലീഡ് സുരേന്ദ്രൻ്റെ മേൽ കിട്ടിയ ലീഡാണ് 17,000 വർദ്ധിക്കുന്നത്. ആ പാർലമെൻറ്റ് ഇലക്ഷൻ ആയപ്പോൾ തന്നെ BJP-യുടെ ഹോളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അതിനേക്കാൾ വീണ്ടും താഴോട്ട് പോവുകയാണ്. കാരണം ഒറ്റ കാര്യമുള്ളൂ, 2 കേന്ദ്ര ബജറ്റ് കേരളത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ധാരണ. 2 ശബരിമല വിഷയത്തിൽ BJP കാണിക്കുന്ന ഇരട്ടത്താപ്പ്. ഈ 2 വിഷയങ്ങളുടെ ആകുമ്പോഴത്തേക്കും BJP-യുടെ കോർ വോട്ട്, അടിസ്ഥാന വോട്ട് കുറവ് വരാം. അതിൻ്റെ ബെനിഫിഷ്യറിയായിട്ട് മാറുന്നത് UDF ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പരാജയത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിലാണ് പരാജയം സംഭവിച്ചതെന്ന് പറയുന്നു. അല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് അവർ തുടർന്ന് പ്രവർത്തിച്ച് മത്സരിക്കുന്നതിന് പകരം അതിനു മുമ്പ് 89 വോട്ടിനാണ് തോറ്റത്, 100 താഴെ വോട്ടിനാണ് തോറ്റത് സുരേന്ദ്രൻ തോറ്റത്. അവിടെ തന്നെ നിന്ന് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ CR മഹേഷ് തോറ്റിട്ട് അവിടെ നിന്ന് പോരടിച്ച് രണ്ടാമത് വീണ്ടും വിജയിക്കുക. ഇവർ സതീശനും ആദ്യകാലത്ത് തോറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ അവിടെ അതേ കോൺഫിഡൻസ് തിരിച്ചു പിടിക്കുക. അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലം സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. സുരേന്ദ്രൻ ഉടനെ പെട്ടെന്ന് അധികാരമാണ്. കേന്ദ്രത്തിൽ മോഡി വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്കിവിടെ ജയിക്കാൻ പറ്റും. അങ്ങനെ ഒരു ധാരണയിൽ പ്രവർത്തിക്കാൻ തരുകൊണ്ട് പാർട്ടി പ്രവർത്തനം സജീവമായില്ല, നിർജീവമായി. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ 2 ഇടങ്ങളിൽ മത്സരിച്ചുകൊണ്ട് കാര്യമായ ഒരു സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അരിയും തലയും മുറുക്കി കെട്ടി രംഗത്തിറങ്ങും എന്നാണ് സുരേന്ദ്രൻ. അതിൻ്റെ ഫലം ഒരു 10,000-10,000 വോട്ട് കൂടുതൽ കിട്ടുന്നവരെ എത്തിക്കാം. പക്ഷേ ജയത്തിനുള്ള വോട്ടാകില്ല. ഇപ്പോഴത്തെ പരിസ്ഥിതി BJP കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാനുള്ള വോട്ടാകില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്ന BJP സ്ഥാനാർത്ഥികളിൽ 2ാം സ്ഥാനത്ത് വന്നവരിൽ ഒരാൾ സുരേന്ദ്രനായിരിക്കും. അങ്ങനെ നമുക്ക് കണക്കൂട്ടാം. ജയം അസാധ്യമാണ് ഇപ്പോഴത്തെ പരിസ്ഥിതി. നാളെ മാറുമെന്നറിയത്തില്ല. ഇപ്രാവശ്യം എന്തൊക്കെയായിരിക്കും അദ്ദേഹം
മുന്നിൽ കാണുന്നത്? എന്തൊക്കെ അദ്ദേഹത്തിനൊന്നും മുന്നിൽ കാണാൻ പാടില്ല. കേന്ദ്രം ഭരിക്കുന്ന മോഡിയാണ്. മോഡിയുടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നമുക്ക് വികസനം നടപ്പാക്കാൻ പറ്റും. കാസർഗോഡ് മുഴുവൻ ഭയങ്കര വികസനത്തിൻ്റെ സാധ്യതകളുണ്ട്. ഇതുവരെ LDFും UDFും ഇവിടെ കാസർഗോഡിനെ നശിപ്പിച്ചു. അതിന് പകരം ഞങ്ങൾ വികസനം കൊണ്ടുവരും. അത് തന്നെ കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീണ്ടും പറയും, ഒരിക്കൽ കൂടി പറയും. ഇപ്പോൾ സ്പെസിഫിക് അജണ്ടയൊന്നുമില്ല. ഇപ്പോൾ പറയാൻ പ്രത്യേകിച്ചും ഈ ബജറ്റ് കഴിഞ്ഞതോടുകൂടി BJPക്കാർക്ക് മറ്റൊരു കാര്യം പറയാൻ. ആ അവസ്ഥയിൽ BJPയെ കേന്ദ്ര നേതൃത്വം അവഗണിച്ച മട്ടിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. എങ്ങനെ എത്രമാത്രം റിയാക്ഷൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുമെന്നറിയത്തില്ല. BJP വോട്ടുകൾ BJP വോട്ടുകൾ ബേസിക്കലി CPM വിരുദ്ധനും കൂടിയാണ്. അതാണ് BJPയുടെ ക്ഷീണം ഇവിടെ ബെനിഫിറ്റ് ആകുന്ന ആർക്കാണ്? കോൺഗ്രസിന്, UDFിന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ വന്നാൽ പോലും അത് BJPക്ക് അനുകൂലമാകില്ല, പ്രതികൂലമാകും. ആ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ അതാ കാണിക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനം ഏറ്റെടുത്തോട് കൂടിയിട്ട് ഈ കെ സുരേന്ദ്രൻ്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കുറച്ച് മങ്ങിയോ? ഈ പാർട്ടിയിൽ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം മങ്ങിയതല്ല. സുരേന്ദ്രനും മുരളീധരനും കൂടെ ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ ഇറക്കി ഞങ്ങളുടെ വലിയ പുള്ളികളാണെന്ന് കാണിക്കാൻ വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ നാളെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, നാളെ ED പിണറായി വിജയൻ്റെ വീട്ടിൽ കയറാൻ പോകുന്നു, അല്ലെ നാളെ സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, നാളെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, എക്സാലോജിക്കാരെ പിടിക്കാൻ പോകുന്നു, കരിമണൽക്കാരെ പിടിക്കാൻ പോകുന്നു. ഇങ്ങനെ 100 പ്രസ്താവനകൾ രാവിലെ വൈകുന്നേരം നടത്തി അതിൻ്റെ വില മുഴുവൻ പോയി. പിണറായി ഒരു തരത്തിൽ സഹായിച്ചത് ഇവരുടെ ഈ പ്രസ്താവനകളാണ്. യാതൊരു അർത്ഥമില്ല, ഇവരുടെ പുറത്തിൽ യാതൊരു അർത്ഥവുമില്ല. ED വന്നിട്ട് ഒന്നും നടന്നില്ല, എൻഫോഴ്സ്മെൻറ്റ് വന്നിട്ട് ഒന്നും. അപ്പോൾ സുരേന്ദ്രനൊക്കെ ചെയ്ത ആ ദ്രോഹം, ആ ഡാമേജ് ഇപ്പോഴും ഉണ്ട്. EDയെക്കുറിച്ചൊക്കെ ജനങ്ങളുടെ ധാരണ ഇതാ, അവർ പിണറായിയെ സഹായിക്കാൻ വേണ്ടി മാത്രം വരുന്ന സുരേന്ദ്രൻ്റെയൊക്കെ പ്രസ്താവനകൾ മൂലം ഉണ്ടായതാണ്. വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല, അത്രേ ഉള്ളൂ, വേറെ കാര്യമില്ല. അവിടെയാണ് സുരേന്ദ്രനെ പറ്റി പാളിച്ച. ഇനി സുരേന്ദ്രന് രാഷ്ട്രീയമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ സുരേന്ദ്രൻ്റെ കാര്യം തമ്മിൽ പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ലീഡർഷിപ്പ് ക്രെഡിബിലിറ്റി എന്ന് പറയും. ലീഡർഷിപ്പ് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് സുരേന്ദ്രന് ഇപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. രാജീവ് ചന്ദ്രശേഖർക്ക് ആ ലീഡർഷിപ്പ് ക്രെഡിബിലിറ്റി ഇപ്പോഴും ഉണ്ട്. ബഡ്ജറ്റ് കഴിഞ്ഞിട്ടും കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റും. വേറെ അലുവലത്ത് വർത്തമാനമൊന്നും പറഞ്ഞിട്ടില്ല. സുരേന്ദ്രനോട്ട് രാവിലെ ഇപ്പം നാളെ പിണറായി വിജയൻ്റെ വിടലിൽ കൂടി ചരക്ക് വിടുമെന്ന് പറയാൻ അങ്ങനെയൊന്നും ഇങ്ങനെ പറയാൻ പോയിട്ടില്ല. നിയമത്തിൻ്റെ വഴിക്കുക. ആ രീതിയിൽ മാന്യമായ ഭാഷയെ തീവ്രമായ അറ്റാക്കിംഗ് ഭാഷ ഉപയോഗിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖരൻ. അപ്പോൾ ലീഡർഷിപ്പ് ക്രെഡിബിലിറ്റി രാജീവ് ചന്ദ്രശേഖരന് കൂടുതലുണ്ട്, സുരേന്ദ്രന് വളരെ കുറവ്. ഈ കെ സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ ആക്കാൻ എന്താണ് പ്രധാനപ്പെട്ട ഇത് തന്നെ പ്രശ്നം. ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ലീഡർഷിപ്പാണ് സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും മനസ്സിലായതുകൊണ്ടാണ് മാറ്റുന്നത്. അതാണ് കാര്യം. എന്നാൽ പോലും അവർ ആ പഴയ ഗ്രൂപ്പ് സംഘടിച്ച് നിൽക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാനും നോക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീലേഖ മേയറാക്കാതിരുന്നത് ഒക്കെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങോട്ട് വരുമ്പോൾ. അതിൽ സുരേന്ദ്രൻ നന്നായി കളിച്ചിരുന്നു. സുരേന്ദ്രനും മുരളീധരനും കളിച്ചു, പിണറായി വിജയൻ്റെ സഹായത്തോടെ കളിച്ചു. ഇവിടെ BJPയുടെ കാര്യത്തിൽ പിണറായി വിജയൻ പറയുന്ന അവസാന വാക്ക് ഇപ്പോഴത്തെ പരിസ്ഥിതി. പിണറായി വിജയന് വേണ്ടി എന്തും ചെയ്യും, പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യില്ല. അല്ലെ ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിൻ്റെ പേര് കേരളം കത്തണ്ട, ഇവരുടെ പഴയ സമരാണെങ്കിൽ ഇത് അനങ്ങാത്തത്. മോഡി പറഞ്ഞിട്ടുണ്ട് അനങ്ങിപ്പോരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, കുറയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന് പോലും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ പേരിന് പോയി ഇവർ സമരം ചെയ്യും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ BJP ഇവിടെ തിരുവനന്തപുരത്ത് പിടിച്ചെടുക്കാൻ കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പാഠം തന്നെയാണല്ലേ? പിണറായി വിജയൻ്റെ സഹായമാണ് അതിനൊക്കെ. ആ ഡീലിമിറ്റേഷനിൽ BJPക്ക് അനുകൂലമായി വാർഡ് വിഭജനം നടത്തി. BJPയുടെ 15,000 വോട്ടുള്ള 2 വാർഡാണ്. 6,000 വോട്ട് പിടിച്ചാൽ ഒരു വാർഡ് ജയിക്കാം. മറ്റേത് 15,000, 20,000, 12,000 വോട്ടാണ് ഓരോ വാർഡിലും ഉള്ളത്. BJP വാർഡുകളിൽ വോട്ടിൻ്റെ എണ്ണം കുറച്ചു. ടോട്ടൽ വോട്ട് അതാണ്, ടോട്ടൽ വോട്ട് എടുക്കുമ്പോൾ BJP പുറകിൽ പോകുന്നത്. വോട്ടിൻ്റെ എണ്ണം 2ആയിട്ട് തിരിച്ചു. BJPക്ക് അനുകൂലമായ ജനസംഖ്യ താമസിക്കുന്ന 2ആയിട്ട് തിരിച്ചു കൊടുത്ത 2 വാർഡ് ജയിച്ചില്ലേ, 2 കൗൺസിലർമാരായില്ലേ. മറ്റേത് അങ്ങനെ ഒരുമിച്ച് കിടക്കാം, 10,000 അത് 2ആക്കിയാലും അപ്പോഴും ഇതുണ്ടാകില്ലേ. അങ്ങനെ കോൺഗ്രസിനും CPMനും കിട്ടേണ്ട വാർഡുകളല്ല, അത് CPM സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും, അത് ചെയ്തു കൊടുത്തു. അതാണ് പ്രത്യുപകാരം. അപ്പോൾ സുരേന്ദ്രന് ഇനി അടുത്തൊരു കാലത്തെങ്കിലും ലീഡർഷിപ്പിലേക്ക് വളർന്നു വരാൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കാം.